ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ കരിമംഗലം അഥവാ മെലാസ്മയെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ, അതുപോലെ ഇതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. മെലാസ്മ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. സ്ത്രീകളിലാണ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോഴാണ് ഹോർമോൺ ഇംബാലൻസ് തെറ്റിയിട്ട് ഇത് വരാനുള്ള ഒരു സാധ്യത. പിന്നെ ഉള്ളത് നമ്മുടെ ഓറൽ പിൽസ്, അതായത് കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിക്കുന്നവരിൽ ഇത് കാണാറുണ്ട്. അതുപോലെ മെനോപോസ് സ്റ്റേജിലുള്ളവർ, മെനോപോസ് ആവാറൊക്കെ ആവുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഇത് വരാറുണ്ട്. പിന്നെ ഉള്ളത് ലിവറിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ മെലാസ്മ കാണാറുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള, കെമിക്കൽസ് എന്തായാലും അടങ്ങിയിട്ടുണ്ടാവും, അതിൽ നമുക്ക് ചില കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സ്, ടോക്സിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മെലാസ്മ വന്ന് കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇത് കൂടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സൺ എക്സ്പോഷറാണ്. ഇത് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഇത് പെട്ടെന്ന് പടർന്ന് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ രണ്ട് തരത്തിലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കെമിക്കൽ സൺസ്ക്രീൻ, അതുപോലെ ഫിസിക്കൽ സൺസ്ക്രീൻ. ഫിസിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി വീട്ടിൽ തന്നെ ഉള്ള സമയത്താണെങ്കിൽ 1-2 ഡ്രോപ്സ് നെയ്യ് നിങ്ങൾക്ക് പകൽ യൂസ് ചെയ്യാം. ഇതൊരു കുറച്ച് സണ്ണിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൂടി ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് പിത്തദോഷം കൂടി ഉണ്ടാകുന്ന ഒരു അസുഖമായിട്ടാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ പിത്തം കൂട്ടുന്ന എരിവ്, പുളി, ഉപ്പ് ഒക്കെ വളരെയധികം നിങ്ങളുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അതായത് വളരെ എരിവും പുളിയും ഉപ്പൊക്കെയുള്ള ഭക്ഷണങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് ഒരുപാട് കാലപ്പഴക്കം ഉള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ആയുർവേദ ഫിസിഷ്യനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കൺസൾട്ട് ചെയ്ത് അകത്തേക്കൂടെ മരുന്ന് കഴിക്കണം. ആയുർവേദത്തിൽ ഇതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, വളരെ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അകത്തേക്ക് കൂടെ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് ഒരുപാട് പഴകിയതൊക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ മാനേജ് ചെയ്യാൻ നോക്കാം. ഞാനിന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാം. ഒരു 1-2 മാസം കണ്ടിന്യൂസ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒരു ഓയിൽ മസാജാണ്. രണ്ടാമത്തേത് ഒരു സ്ക്രബാണ്. പിന്നെ ഉള്ളത് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തേത് ഒരു ഓയിൽ മസാജാണ്. ആ ഓയിൽ മസാജിന് വേണ്ട 2 എണ്ണകൾ കുങ്കുമാതി തൈലവും അതുപോലെ ഏലാതി കേരവുമാണ്. ഏലാതി കേരവും കുങ്കുമാതി തൈലവും ഈക്വൽ ക്വാണ്ടിറ്റി, ഒരു 2 ഡ്രോപ്സ് എടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. മുഖം നന്നായി ക്ലീൻ ചെയ്ത ശേഷം ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള പയറുപൊടി അല്ലെങ്കിൽ കടലമാവ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് മുഖം കഴുകുക. അതിനുശേഷം ഒരു ചെറിയ നനവോട് കൂടി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഉറങ്ങാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലെ മുഖം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ കാലയളവിൽ സോപ്പോ അതുപോലെ ഫേസ് വാഷോ മുഖത്ത് ഉപയോഗിക്കാതിരിക്കുക. ഇതുപോലുള്ള കടലമാവ് അല്ലെങ്കിൽ പയറുപൊടി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ ഫേസ് സ്ക്രബാണ്. ഈ സ്ക്രബ് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മുഖത്ത് മുഴുവനായിട്ട് ആഴ്ചയിൽ 1 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ഇനി ഇതുള്ള ഭാഗങ്ങളിൽ, അതായത് മെലാസ്മ വന്നിട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടതും 2 കാര്യങ്ങളാണ്. ഒന്ന് മഞ്ചട്ടി അഥവാ മഞ്ചിഷ്ട പൗഡർ വേണം, അതുപോലെ ഞവര അരിയുടെ പൗഡർ വേണം. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. മഞ്ചട്ടി 1 സ്പൂൺ ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് 1 ഗ്ലാസ് ആക്കി കുറുക്കിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് 1 സ്പൂൺ ഞവര അരി കൂടി ഇട്ടിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുക. കുറുക്കി നല്ല കുറുക്ക് പരുവം, നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്ന ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് ഇത് ചൂട് മാറിയതിന് ശേഷം നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാം. ഈ മഞ്ചിഷ്ട പൗഡർ അതുപോലെ ഞവരേരി പൗഡറൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്.
ഇനി നിങ്ങൾക്ക് ഇത് റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫേസ് പാക്കിന് വേണ്ട 4 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് കറുത്ത ജീരകമാണ്, പിന്നെ നമ്മുടെ നല്ല ജീരകം, അതുപോലെ കറുത്ത എള്ള്, പിന്നെ വേണ്ടത് ഹരീതകി അഥവാ കടുക്കയാണ്. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് 4 നിങ്ങൾക്ക് റോ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ച് ഒരു ടിന്നിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 സ്പൂൺ എടുത്തിട്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കുറുക്കിയെടുക്കുക. നന്നായിട്ട് കുറുക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ഇത് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഡെയിലി അപ്ലൈ ചെയ്യാം. ഈ 1-2 മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ ഭക്ഷണത്തിൽ നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എരിവ് പുളിയൊക്കെ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്